ആണ് അത് ഗർഭിണിയാണ്. അതേമാതിരത്തെ കണ്ണൊന്നല്ല എന്റത്. മുട്ടായി മാണ്ട മാണ്ട ആരാത്? ഇപ്പൊ കൊറേ ഇന്ത്യക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. നോക്ക് തന്നെയാണ് ആരാണ് നാളെ കൂട്ടിട്ട് പോയാതി പറഞ്ഞു. പറഞ്ഞിട്ടല്ലോ പോയിട്ടില്ലല്ലോ. വള്ളല്ലടി എന്റെ അതിലിട്ട് പേടിയാണ്. എന്ത് തോന്നി? ഇപ്പോഴും ഞാനും ശരിക്കായിട്ടില്ല. ആയിട്ടില്ല. പാപ്പ ഇപ്പച്ചേ ഹിന്ദിയിലൊക്കെ പറഞ്ഞ മറ്റു കോലേ എന്താ പറഞ്ഞ ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇപ്രാവശ്യം കുറേ ആയി പ്രേക്ക് കൊടുക്കാൻ നേരം വൈകി നിൽക്കണം. ലാസ്റ്റ് പ്രേങ്ക് ചെറിയ പോലെ ഞങ്ങൾ എന്തായാലും കൊടുത്തേനി. അപ്പോൾ കുറേ ആൾക്കാരില്ലേ ഉമ്മാക്ക് ഇട്ട് കൊടുക്കും ഉമ്മാക്ക് ഇട്ട് കൊടുക്കും വെച്ചിരിക്കണം. അപ്പോൾ ഒരു കുറെ നെഗറ്റീവ് വരും. ഉമ്മാനോട് അങ്ങനെ ചെയ്യണ്ടില്ലേ എന്നൊക്കെ തമാശയിൽ എല്ലാവരും എടുക്കുക. പ്രേങ്കാണ്, തപ്പനയിൽ തന്നെ പ്രേങ്കാണ്. അപ്പോൾ ആ ഒരു ഇതിലെടുക്കിട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു പിച്ചക്കാരിൻ്റെ വേഷത്തിൽ ഞാൻ ചെല്ലുകയാണ്. ഓളാണ് മേക്കപ്പ് മാന്. രണ്ടാളും പോലെ ഇനി അപമാനിച്ചാനോ അങ്ങനെ ഇതൊന്നല്ല കേട്ടോ. നമ്മള് വെറുതെ ഒരു പ്രാങ്കിന്റെ രീതിയിൽ നല്ല മയക്കാറും ഉണ്ട്. അപ്പോൾ പരിപാടി അയച്ചു കൊടുന്ന് പോകണം. സാരിയൊക്കെ തറവാട്ടിൽ നിന്ന് പോയി വാങ്ങി കൊണ്ടുവന്നിരിക്കണേ. അതിന്റെ പിന്നാമ്പറ കാഴ്ചകളൊക്കെ ഓളിടും കേട്ടോ. ഒരു സാധനം മൂക്കുമൊക്കെ വെച്ച് താടിമൊക്കെ വെച്ചിട്ട് ഷേപ്പ് മാറ്റണം, സാരി ഇട്ടണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഈ ഷംനനെ എന്നെ ശരിക്കും കാട്ടിക്കൊടുത്താ ഈ ഷംനനെ ഇപ്പൊ ഇങ്ങനെയാണ്. ഇനി കുറച്ച് ശരിക്കും ഞാൻ കാട്ടിത്തരാം എന്തേതാന്നൊന്നും അറിയില്ല. മാറ്റണം എന്നാണ് നമ്മളെ മനസ്സിൽ. അപ്പൊ ഈ സാരിയൊക്കെ ചുറ്റി ഒരുവിധം മാറിയിട്ട് നമുക്ക് കാണാല്ലേ. കുപ്പിവള ഇമ്മമ്മ കുറച്ച് തന്നിക്കണേ, പച്ചവള കുറച്ചുണ്ട്. ഉമ്മമ്മാന്റെ ഷാള് വാങ്ങിക്കണേ, ഇമ്മമ്മാന്റെ ഒരു സാരി ഒപ്പിച്ചിരിക്കണം. ഒക്കെ ഉമ്മമ്മാന്റെയാണ്. ഒരു പൊടി മൂത്ത് കുഴക്കാൻ വേണ്ടിയിട്ട് അതും കാട്ടിയേക്കണേ. ഇമ്മാന്റെ അടിപ്പാവാടെ നേസിൽ പൊക്കിയേക്കണേ. ഞങ്ങൾ ഇങ്ങോട്ട് അവിടൊക്കെ ചെയ്തേക്കണ കിട്ടേണ്ട പണി. അപ്പൊ ഞങ്ങള് തുടങ്ങട്ടല്ലേ. അപ്പൊ രൂപം മാറിയിട്ട് ഏകദേശം മാറ്റിയിട്ട് കാണാം. സാരി ചുറ്റാന്ന് അതിന് ആദ്യം വിചാരിച്ചു. അപ്പൊ സാരി ചുറ്റല്ലോ, ഇതൊക്കെ മുഖത്തൊന്ന് ഒട്ടിച്ചാണ്ട് എന്നിട്ട് സാരി ചുറ്റല്ലടി. എന്നിട്ട് ചുറ്റ സാരി. അപ്പൊ നമുക്ക് നോക്കി മുഖത്തൊക്കെ വാരിപ്പൊത്തി. ഈ ഷംനന്റെ മുഖം മാറ്റാൻ പറ്റുമല്ലോ എന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ പരമാവധി തേമ്പിക്കുന്നതാണ്. വൃത്തിയുള്ള സൗണ്ട്, പക്ഷെ ഇത് സൗണ്ട് ഇല്ല. നിക്കാന്നാ പറയുന്നത്. സൗണ്ട് ശരിയാവില്ല. കാരണം ഇന്നത്തെ കാലത്ത് നമ്മളത് നിരോധിച്ചതാണ് ഭിക്ഷാടനം. അപ്പൊ ഒരു പെരി വന്നാലുള്ള അവസ്ഥയാണ്. എന്താ ഏതാവോന്നും അറിയില്ല. അങ്ങനെ താങ്ങും കൂടി ആക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞങ്ങളിത് മുഖത്ത് തേമ്പട്ടെ. നമ്മളെ ഷംന തേമ്പിങ്ങോണ്ട് നിക്കാണ്. തേമ്പിയോണ്ട് നിക്കണം. ഒന്നും ആയിട്ടില്ല. മൂക്കുമത്ത് ഉണങ്ങിയില്ല. മൂക്ക് കുട്ടികൾക്ക് എന്താ കുറിച്ചു കേട്ടോ. ഫൗണ്ടേഷൻ ഇങ്ങനെ തേച്ചോണ്ട് നിക്കാണ്. വേറൊരു ഫൗണ്ടേഷൻ ഉണ്ട്. 2 തരം ഫൗണ്ടേഷൻ തേക്കാന്ന് വിചാരിച്ചു. വെള്ളപ്പാണ്ട് മുഖത്തിന്റെ കളർ കൊണ്ട് മാറ്റണം. കുറച്ച് കരിമ്പാട് വാരി തേക്കണം അല്ലേ. അടിയടിയല്ലേ, കുളിച്ചാത്തോലെ മാതിരിയാവണം. ഞങ്ങളെ അധ്വാനം ആരും ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്. ഇതാണ്. അപ്പൊ എന്റെ കോലം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് മറ്റേ ബ്രഷും കാര്യമൊന്നുമില്ലായിട്ടേ. പിന്നെ കരിയുണ്ട് അടുപ്പത്ത് കുറച്ച്, അത് എടുത്തോണ്ടിരുന്ന പല്ലുമ്മ കൂടി ഒക്കെ തേക്കണോ. നടക്കട്ടെ. ഇനി നമ്മള് വെള്ളപ്പാണ്ടിന്റെ ഇതൊന്ന് ഉണങ്ങിയിട്ട് വേണം വെള്ളപ്പാണ്ടും തേക്കാന്. അപ്പൊ അതിന് കളർ വേറെ ചേഞ്ച് ആവൂലേ. ആ മൂക്കിന്റെ അവസ്ഥയാണ് ആലോചിച്ചത്. അത് ഫൗണ്ടേഷൻ ആക്കൂലി വെച്ചിട്ടുള്ള മോതിരം ഊര ഓർമ്മിച്ചാണ് കേട്ടോ. മോതിരം ഊരണം. അപ്പൊ പിരികൊക്കെ ഞങ്ങള് വേറെ വരക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ്. എന്തായി? Apa senang kayote, papa senang kayote, doramule kayote. എങ്ങനെയുണ്ട്? ഓള് മാറിയോ ഇല്ലയോ ഒന്ന് പറയോണ്ട് കമന്റില്. പല്ലണ്ട മാറിയിട്ടില്ല. കുപ്പിവാളൊക്കെ ഒക്കെ കിട്ടിക്കണ്. ഇതിന്റെ കുപ്പിവാള, ഇത് മമ്മാന്റെ കുപ്പിവാള. ഗർഭിണിയാണ് ഗായ്സ്. അപ്പൊ നമ്മളൊന്നും എന്തേലും നമുക്ക് തരുമോന്ന് നോക്കാൻ. എന്താ റിയാക്ഷൻ എന്താണെന്ന് അറിയില്ല. പള്ളിക്കത്തെ ആൾക്കാര് കൂടാനാ മതി. ഇനി ഇതിങ്ങനെ വെള്ളപ്പാണ്ടില്ലാതെ ആക്കിയതാട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് പോണം. ഓള് മുണ്ടൂലട്ടോ. കയ്യുമ്മ കൂടെ വെള്ളപ്പാണ്ട് തേച്ചിട്ട് കരിയും വെള്ളപ്പാണ്ടും തേക്കണം. അതേപോലെ മുഖത്തും തേക്കണം. അവിടെ കരി തേക്കണം.
അത് ഞങ്ങൾ ആ മേക്കപ്പുമാടെ കയ്യാണ്ട് അല്ലാത്തൊക്കെ ഞങ്ങൾ അവിടെ ശരിക്കും മുഖം കാണൂല, കാരണം ഞാൻ വീഡിയോയിൽ വിട്ടല്ലേ. ഇവിടുന്ന് ശരിക്കും കാട്ടി കൊടുക്കട്ടെ. ഞങ്ങളെ മേക്കപ്പാണ്. മൂക്കിന്റെ നടു കൂടെ കറുത്ത വരയൊക്കെ വരക്കണ്ടേ? ശരിക്കും കാട്ടി കൊടുക്കന്നെ. നാളെ തന്നെയാണ് സാധനങ്ങളൊക്കെ എടുത്ത ചായ തന്നെ എടുത്തൊക്കെയാണ്. മൂക്കുമ്മ കൂടെ ഇത് കൺമശി കണ്ടേ? കൺമശി പറ്റൂല, കണ്ടോ? കൺമശി ഐബ്രോ അല്ല. ഇത് ഏത് സാധനമുണ്ട് ഇങ്ങനെ പൊടി ആക്കിയാൽ ചുമ്മാവല്ലേ? നോക്കി എന്താ മൂക്കുമ്പോ മറ്റേ കറുപ്പം വന്നാൽ മതി പോരെ? അത് മൂത്തും അവിടെ ഇവിടെ ഇങ്ങനെ തേമ്പി വെക്കുന്നതല്ല. അങ്ങനെയൊക്കെ ഒന്നോടൊക്കെ പാടെ മിക്സ് ആയിട്ട് ഒന്നുകൂടി ഇങ്ങനെ തേച്ച് ഒന്ന് കളറ് കുറക്കും. നമ്മളെ സമ്മ എവിടെ ചോദിച്ചാല് സമ്മ എവിടെ? ഇതല്ലട്ടോ സമ്മ. ഏതെന്ത് പോയിച്ചു പോരെ? മുഖച്ചായ മാറിയടി കാര്യം വേറെ മുഖായി. ആവുകേ ചപ്പാത്തി മാറാണ് മുഖത്ത്, പിന്നെ വേറെ മുഖാവില്ലേ? മാസ്ക് വേണം. ആ കരിയന്നെ തേക്ക് കൈമ്പോ കൂടി കരം കൂടി കരിയോ? അന്റെ കയ്യൊക്കെ പോരെ? അല്ലാതെ മതി. മൈലാഞ്ചി പൊടി അടിയത് കൊറേല്ലേ? എന്നൊക്കെ കരി എടുത്തതാ. എല്ലാരും ചോദിച്ചണ ബ്ലാക്ക് ഹെന്ന ഏതാ? അതാണ് കേട്ടത്. പൊട്ടിച്ചണോ? പിന്നെ അവളെ സൗണ്ട് കേൾക്കും വിചാരിക്കണ്ടാവും. സൗണ്ട് അവള് മുണ്ടൂല. ഉണ്ടാത്ത പരിപാടി. തൊള്ളറ്റുള്ള ടവലൊക്കെ തിരികെക്കണം. സമ്ന മോന്ത മാറിയിട്ടുണ്ട്. അന്നെ പുരിയ മാട്ടെ. ഇന്നെന്താ വേണ്ടിയേ? എവിടെ ആവിന്നെ കണ്ടിട്ടില്ലേ? നോക്കുന്നുണ്ട്. വെപ്പ് നാഗൊക്കെ എടുത്തിട്ട് ഞാൻ ഒപ്പിച്ചണം പാടി. ഞങ്ങൾ പാടിത്തരാം. ചെറിയ അപ്പൂനൊന്ന് വീഡിയോ കോൾ ചെയ്ത വീഡിയോ കോൾ ചെയ്ത് കാട്ടി ചെറിയ അപ്പൊക്കെ ഇറക്കായിട്ട് തുയും കൊണ്ടായിട്ട് എന്നെ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് അവസരം നമ്മൾ നഷ്ടപ്പെടുത്താം. യാതൊരു ബന്ധല്ല ചെയ്താടി. ഇത് വേറെ ഏതോ കണ്ടിക്കണ, എവിടോ ഞാൻ കണ്ടിക്കണേ ഈ മോശേപ്പിലൊന്നും. ഇതാണോടി? ഇതാണോ ആ മുന്നത്തെ നേർച്ച മുടി കുറച്ചങ്ങോട്ട് കൂടെ ആക്കണേ. അതാ എനിക്ക് സൗന്ദര്യം. നമ്മളൊരു പേവും അറിയാതെക്കാൻ വേണ്ടിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ഇറങ്ങാതാണ്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പിരാന്താണെന്ന്. സാഹചര്യ വീഡിയോന്റെ പിന്നാമ്പറ കാഴ്ചകളാണിത്. നിങ്ങള് ഡേറ്റ് കുറച്ച് ഇങ്ങോട്ട് പോകും. പിന്നെ പിന്നാമ്പറ ഞങ്ങൾക്ക് ആരും നെഗറ്റീവ് എടുക്കരുത്. ഞങ്ങൾക്ക് ഉമ്മാക്കൊരു പ്രാങ്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് റിസ്ക് ഉണ്ട്. എന്നോട് പറഞ്ഞേ ഞാനോട് പീടിക്കാന്ന് അവിടെ നൊളിച്ച് കുറച്ച് സാധനം വാങ്ങാനാണ് പറഞ്ഞത്. വരികയാണ് പിന്നാലെ. എന്താ കളി കളി അത്രക്ക് ബോറൊന്നുമില്ല. രസല്ല. ആരും കണ്ടാ തട്ടിക്കൊണ്ടോ? എന്തൊരു സുന്ദരി. പല്ല് കറപ്പിച്ചണ്ടേ? മാസ്ക് ഇടല്ലേ? മാസ്കിന്റെ ആവശ്യമുണ്ടോ ഇനി? ആ മാസ്ക് വേണ്ടേ? പിന്നെ ഇതൊക്കെ മേക്കപ്പാന്ന് കാണുമ്പോ അവരുടെ ഒക്കെ അറിയോ? ഒരു മാസ്കും പാടെ ഇട്ടാല് ഇതെടുക്കാനില്ലേ സേഫ്റ്റിക്ക്. നമുക്ക് പല്ലൊന്ന് ഒരു മാസ്ക് വേണ്ട. സമയമ്മക്ക് അറിയോ? അറിയില്ല. ചെറിയ ആപ്പൂന് അതെ ചെറിയാപ്പൂന്റെ വീഡിയോ അതെന്റെ തുപ്പളം കാട്ടി അപ്പൊ തന്നെ പോവും.
അങ്ങനെ ഇതുവരെ കാര്യങ്ങൾ റെഡിയാണ്. മനുഷ്യന്മാരെ കാണാതെ വണ്ടി ഓട്ടി വന്നത് വെച്ച് മാത്രം അറിയുള്ളൂ. ഇതുപോലെ പാണ്ടക്കെട്ടൊക്കെ റെഡിയാക്കി തരികയാണ്. ഇനി മൈക്കും കാര്യമൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാണ്. കാരണം ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഉറക്കുന്ന വർത്താനം പറയാൻ പറ്റൂലല്ലോ. നല്ല പേടിയാണ്. ഞാൻ ഫർത്തിയൊക്കെ ഇട്ടേക്കണ്. നമുക്ക് പോയി നോക്കാം എന്താ ഏതാണെന്നൊന്നും അറിയില്ല. നമുക്ക് കണ്ടറിയാം. നാട്ടുകാർ ഓടിക്കൂടും എന്തായതെന്ന്. നമ്മളെ പെരിയിൽ പിന്നെ ഈ നേരമായതുകൊണ്ട് വൈകുന്നേരം ആരും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷ ഉണ്ടിച്ച് ലെഡി പാണ്ടപ്പെട്ടി നേരെ റെഡിയാക്കിക്കൊണ്ട നോക്കാം. ഷോക്സ് കാൽമ ഷോക്സ് ഇടണം ഇട്ടോ. ഞാനാ കിട്ടെ. അങ്ങനെ നമ്മളിവിടെ പീപ്പിൾസ് വില്ലേജിൽ എത്തി. പക്ഷെ നല്ല മഴയാണ്, പെരും മഴയാണ്. ഞങ്ങളിവിടെ ഒരു പെരിയിൽ കയറിയതാണ്. ഓള് കൊടക്ക് മാഞ്ഞ് നടക്കാണ്. നോക്കി നോക്ക് എന്താ ഇത് ഐഡിയ അല്ലട്ടോ. മഴ ചതിച്ചു, പെരും മഴ. അങ്ങനെ ഞാൻ പറഞ്ഞത് ഈ മഴ കൊളയിക്കണ. ഓളിപ്പോ ഒരു കൊടയൊക്കെ ചൊപ്പിച്ചെന്നിക്കണേ. ഓളെ ഞാൻ പെരിക്ക് പറഞ്ഞയക്കാണ്. എടി കറക്റ്റ് അല്ലേ ഇത്? മുടിയൊക്കെ മുണ്ടാന്നാ മതി. അല്ലാത്ത അതാന്റെ സംഭവം മൊത്തത്തിലൊക്കെ കറക്റ്റ് ഇവിടെ വരുന്നുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അവിടെ ഷാള് ശരിയാക്ക. മഴ ഒരു അരമണിക്കൂർ നേരത്തെ പരിപാടി കഴിഞ്ഞില്ലടി. ഞാൻ വിയർക്കൽ തുടങ്ങി. ഞങ്ങള് പൂമോളെ ഇവിടെ ഇറക്കിയാണ്ടേ അന്ന് വരണ്ടപ്പനാണെങ്കിൽ പാഞ്ഞിപ്പോ മുന്നേ വണ്ടി വന്നു. പെരും മഴ കേട്ടോ, ഭയങ്കര മഴയാണ്, പെരും മഴ. ഞാൻ ആകെ നന്ദി. ഒരു ലൈറ്റ് ഇല്ലമ്മ. അപ്പൊ ഇവിടെ പെരയിലെത്തിക്കണ്. ഭയങ്കര ഇടിയും മഴയാണ്. ആർക്കാ ചോറ്? ഞങ്ങള് മതി വാ. ഇതാണ് അത് കഴിച്ചിട്ടാ. അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞാ പോണം. വേഗം വരിക നമുക്ക്. ഒരു കുപ്പായ എന്താവോ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. അപ്പുറത്ത് പോയിക്കോ. എന്താ പേര്? ചീത്ത അറിയണ്ടമ്മ. പള്ളിയിലില്ല പെണ്ണ. എവിടുന്നാ വരുന്നേ? ആരും വിളിച്ചണ്ട. നീ മഴയത്ത് ഏത് മനസ്സിന് വരാനാ? ഇതാണെടുത്ത് കേൾക്കാണ്. യാത്ര കേൾക്കാണ്. മണ്ണാളൊന്നും കണ്ടിട്ടില്ല. കുറച്ച് പെരുടിയുമായി ആൾക്കാർ വെച്ചിട്ടുണ്ടാ പേപ്പറൊക്കെ കാട്ടണ്ടമ്മ. ഒരു 10 ദിവസം പോയിക്കോളൂ. എവിടുന്നാ എന്നെ? ഞങ്ങളെ യൂട്യൂബറാണ്. എല്ലാരും വിളിച്ച് അറിയിച്ചു. വെറുതെ ഓരോ പെരി കൂടെ ഇറങ്ങാ. നിഷാദ നിരോധിച്ചല്ലേ? നഖം പോയി വന്നു. നിഷാദ നിരോധിച്ചാണ് ഇവിടെ. 10 റുപ്യ 10 റുപ്യ. അപ്പൊ വാലർക്കണ്ട. ഞാൻ എന്തെങ്കിലും വിളിച്ചോടുത്തിട്ട് നമുക്ക് എല്ലാരും അറിയിച്ചണം. ഇത് വിളിച്ചിട്ട കാര്യം മായ എവിടെ? എന്തിനാ മൈനൊക്കെ പോയിട്ടില്ല. പേരി
തിണ്ടത്ത് നിൽക്കേണ്ടത് പോയിട്ടില്ലാണ്ട് പേര് പോയിട്ടില്ലമ്മ. ആ ഇതിനെ വിളിച്ചു നോക്കിയാണി പോന്നാ തോന്നുന്നു. മലയാസം ചോറ് കൊടുത്തില്ല പാവല്ലേ. ഇപ്പ ഇപ്പ ഇവിടെ നോക്കി ആരാ വന്നിക്കണ നോക്കി. ഇതാരാ ചോറ് വേണോലോ. ചോറ് കൊടുക്കാന് നമുക്കറിയോ തുംസിയായെന്നോ വിദേശക്കാരനോ. ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട്. ചോറ് തരുമോ പൈസ കൊടുത്തിട്ടൊന്നും വേണ്ടാന്ന്. പെണ്ണുമ്മേ ഏത് പെണ്ണുമ്മ. ആവാന്റെ പെണ്ണുമ്മ നല്ലത്. വന്നിട്ട് പോണില്ല മയ്യാണെന്നൊക്കെ പറഞ്ഞു. കോട്ടയൊക്കെ എത്തിയാ വന്നിട്ടാണ്ടോക്കി. എന്തോ പരിപാടി മാട്ടി വിട്ടിട്ടൊന്നും പറയാം. മാട്ടിയിട്ട് പോണില്ലതേ മലയാളം അറിയില്ലോണ്ട്. അവിടെ ഇരിക്കട്ടെ ഉറങ്ങട്ടെ എന്നൊക്കെ ചോദിച്ചത്. പാത്തുക്കോ നല്ല കഥ. പാത്ത് കേറാന് അത് വെട്ടം വലിച്ചല്ല കറണ്ട് അയക്കണ്. മുട്ടായി മാണ്ട 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 അതിനെ അങ്ങോട്ട് വിട്ടുന്നോളി. അല്ലമ്മ എന്തെങ്ങൾക്ക് പറയാല്ലേ. മുട്ടായൊക്കെ ഉണ്ട് കയ്യില് ഗായ്സ്. മുട്ടായൊക്കെ ആയിട്ട് നടക്കില്ല. ഇവിടെ ഒന്നുമില്ല. ഇറങ്ങി പൊയ്ക്കോ 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 പൊയ്ക്കോ. ഇവിടെ ഒന്നുമില്ല അപ്പുറത്തെ കരി പൊയ്ക്കോളി. ഇതിനെ ഇങ്ങോട്ട് പൊയ്ക്ക. എന്തിപ്പാ ചായ. ആ ചായ അങ്ങനത്തെ ചായ കൊടുത്താ മതി. എന്താ പറയണേ. ചോറായ വേണ്ട വേണ്ട. ഇവിടെ ഒന്നുമില്ല. ഞങ്ങൾ പോലീസിനെ വിളിച്ചോണോ അതോ ആൾക്കാരെ കൂട്ടണം. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. തന്നില്ലായിട്ട് പോയിക്കൂടെ ഇനിയാ. ഇങ്ങോട്ട് പോന്ന ഇതിനെ നടന്നാണി അകത്ത് പറഞ്ഞാണി ഞമ്മക്ക് ആൾക്കാരെ വിളിച്ചു പോട്ടെ. അല്ലാതെ എവിടെ ബാക്കിക്കാരൊക്കെ എവിടെ ചോദിച്ചു നോക്കിമ്മ. അത്രയ്ക്ക് വേണേ കൊടുത്തതാണല്ലേ. ഇല്ല ആ പൊയ്ക്കോ പൊയ്ക്കോ എന്നെ നല്ലത്. പൊയ്ക്കോ ഒന്നുമില്ല ഇവിടെ. പൊയ്ക്കോ ലൈറ്റില്ലേ കറണ്ട് വെക്കണ്. ഒരു ഇടിമായി. ഇവിടെ ഞങ്ങളൊന്നും വെച്ചിട്ടില്ല. ഉമ്മാനെ തരുന്ന അമ്മാന്റെ ബാക്കിയ നിങ്ങള് തരുന്ന ഇങ്ങോട്ട് പോരാ ഇതിനെ. ഇവിടെ ഒന്നുമില്ല. അമ്മക്ക് എന്താ പറയാലേ. എന്നോട് ആട്ടി വിട്ടിട്ട് പോയിട്ടില്ലല്ലോ. പേരും ഇടിയും മയ്യാണ്.
അപ്പുറത്തെ പരീക്ക് വയ്ക്ക, അപ്പുറത്തെ പരീക്ക്, അപ്പുറത്തെ ആണ് അത് ഗർഭിണിയാണ്. അതേമായിട്ട് കണ്ണൊന്നല്ല എന്റത്. ആ ഇല്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. പേപ്പ ഒന്നും തരൂല, ഒന്നുമില്ല അവിടെ ഒന്നുമില്ല. മാട പോയിക്ക. ഇതിലെ മുട്ടായൊക്കെ ഉണ്ട് കജിന്, മുട്ടായൊക്കെ സ്റ്റോക്ക് ആണല്ലേ മാ? ഹിന്ദിക്കാരിയ മലയാളിയാ? ഹിന്ദി അങ്ങനെ പറയുന്ന അവിടെ ഒരാള് എന്ത് കേൾക്കുന്നുണ്ടോ? ഹിന്ദി ഉണ്ടാക്കും തോന്നും തലയിൽ കയറാണ്, തോന്നില്ല. മലയാളം അറിയില്ല, ഹിന്ദി അറിയില്ല, ഒന്നും അറിയില്ല. പോലീസുകാരെല്ലായിടത്തും ഒരേ പോലീസായി കാണാം. ഈ പോലോ വീഡിയോ ഞങ്ങള് പോലീസിന് കൊടുക്കാന്. ഇജ്ജ് പോകുന്നോ? ഭക്ഷണം തന്നാലോ? അതിന്റെ ആവശ്യമില്ല. 6 മണിയായി, ഇവിടെ ഭക്ഷണമല്ല, ചായ ഉണ്ട്. ചായ കൊടുക്കണേ? ചായ വേണോ? ചായ വേണ്ട, പൈസ വേണോ? ചായങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. ഇവിടെ പെരുമയാണ്. ചായ വേണോ? അതെ, ഒന്നും കൊടുക്കണ്ട. ഇവിടക്ക് ഇപ്പൊ ഈ പള്ളിയും കൊണ്ട് ഇങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടാക്കിട്ടാവൂലേ? മതിൽ പെണ്ണ് വന്നീങ്ങേ മുന്നിട്ട് അറിയാതെ ഇവിടുത്തെ അറിഞ്ഞില്ല. ആൾക്കാരെ വിളിച്ചത് ആളെ അന്ന് മാസ്ക് മാറ്റിയിട്ട് നിന്നെ ആയിക്കോട്ടെ, മാസ്ക് പേപ്പർ പേപ്പറൊക്കെ അച്ചടിച്ചിറക്കിക്കണം. പോലീസുകാരെ വിളിച്ചാല് ഭക്ഷണം വേണമെന്ന്. അത് ഗർഭിണിയല്ല, ഞങ്ങളെ കഴിപ്പിച്ചു. അല്ലെ പോയിക്കോ, പോലീസുകാരെ വിളിച്ചു, ഞങ്ങളെ പോലീസുകാരെ വിളിച്ചു. എന്താ പറഞ്ഞ മുട്ടായി എടുത്തോളി, ഇനി തിന്നാ. ഇമ്മാക്ക് ഇപ്പോഴാ പേടി വിട്ടു മാറി. ഉമ്മ നല്ല പേടിച്ചില്ല വെച്ചേ. ഞാൻ തറിയത് അയലൊക്കെക്കാട് കൂടിയാണ്, ഞാൻ അതിൽ പേടിച്ചവിടാ. ഇമ്മാക്ക് ഇപ്പോഴും എടുത്തേക്കാൻ പേടിയാട്ടോ. ആ മുട്ട കുറച്ച് വിട്ടിക്ക്. അതിന് ശരിക്കും സമന നമ്മള് ഒക്കെ ഇട്ടീന്, മേക്കപ്പ് ഇട്ടീനൊന്നും നമുക്ക് ക്ലിയറില് വീഡിയോ ഇട്ടില്ല. മയക്കാറ് അജാതി ഭയങ്കര ഇഷ്ടേന്. പിന്നെ നിന്നൊക്കെ പിന്നെ മേക്കപ്പ് അടിച്ച് നാളെ ചെജ്ജ പറഞ്ഞ അത് തന്നെ മൈക്കോടെ മൈക്കൊക്കെ ഉണ്ട് ഇവിടെ. ആ അത്രയും ഇറങ്ങിയതാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് തന്നെ ചെയ്താണ്. എന്തെങ്കിലും പറയാല്ലേ? ഒന്നും പറയാതെ മോളെ, കൊറേ കാലം ഇന്ന പ്ലാൻ ചെയ്യൂല. ഇമ്മ വിചാരിച്ചിട്ടല്ലോ ഇമ്മ കണ്ടില്ല. അങ്ങോട്ടൊക്കെ ഒരാളെ ഇടുവോ എന്താന്ന് അറിയണില്ലേ? 10 റുപ്യ കൊട്ടലി വന്നാൽ പോയിക്കോ, ഞാൻ പൈസക്ക് മാറ്റി. അപ്പോൾ ഇവിടെ മുന്നിൽ നിന്ന് വീഡിയോ പോലീസുകാരെ പോയി. നാളെ പെണ്ണു ജമീലോട് പറഞ്ഞേ, പിന്നെ ആ താഴേലും വന്ന് നമുക്ക് എല്ലാരും പൊളിച്ചുവിട്ടാണെന്ന് പറഞ്ഞേ. വെറുതെ ജമീലാത്ത മൂക്കുമെന്താ ചപ്പാത്തി മാവ് സാമന്റെ യാതൊരു മുഖഭാവം ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ട്? അപ്പൂപ്പന്റെ താടിയാണ് എന്റെ തലമ്മ. മനസ്സിലാക്കില്ല മോളെ. പാണ്ടപ്പെട്ടി എങ്ങനെയുണ്ട്? പാണ്ടപ്പെട്ടി തോന്നിയ ആരാത്? സമ്യാണേ. സമ്യ ഇപ്പൊ കൊറേ ഇന്ത്യയൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. നോക്ക്, സമ്യനെയാണേ. സമ്യാന്റെ ആരാണ് നാളെറക്കിയോ? പൊണ്ണുമ്മ ആണോല്ലോ, പൊണ്ണുമ്മ. എമർജൻസി ഇല്ലമ്മ അവിടെ. കത്തിച്ചാണി കാണില്ല. അപ്പൊ ഞങ്ങൾ ഒരു 1/2 മണിക്കൂർ നേരത്തെ മേക്കപ്പ് വീഡിയോ ചെയ്തീന്. അപ്പച്ച് ഏകദേശം ഇറ്റ് കാത്തൊക്കെ കജ്ജുന്നു പോയിന്. പിന്നെ ഞങ്ങൾ വിചാരിച്ച മാസ്ക് ഒക്കെ ഇടാം. മാസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാല് എമർജൻസി മാസ്ക് ഇട്ടിട്ടില്ലല്ലോ. അറിയില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ വന്നാ പിന്നെ അറിയാം. അല്ല അപ്പൊ ഒന്നും അറിയില്ല.
ഞാൻ ചിരിച്ചാണ് മാസ്ക് ഇട്ടോട് ചിരിച്ചാണ്. പൊളിഞ്ഞത് എങ്ങനെയാ ചോദിച്ചാള് ജമീലാത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാണ് നാളെ കൂട്ടിട്ട് പോയാതി പറഞ്ഞു. പറഞ്ഞിട്ടല്ലോ പോയിട്ടില്ലല്ലോ. എനിക്കില്ല വള്ളല്ലടി എന്റെ അതിലിട്ട് പേടിയായി. അപ്പോത്തിനോട് മാസ്ക് ആ ഒന്നും സാറിലൊക്കെ പറ്റിച്ചാന്നില്ല. അടിപ്പാവാടൊക്കെ ഇങ്ങോട്ട് കൊണ്ടേക്കണേ. എടി എമർജൻസി എപ്പോ എടുക്കണ്ടീനി? ക്ലിയർ നല്ല ക്ലിയർ ഇല്ലേ? ഏതായാലും ഞങ്ങളെ വീഡിയോ ക്ലിയറും ക്ലാരിറ്റി ഒക്കെ കുറവായിക്കാറ്. എല്ലാരും സഹകരിച്ച കാരണം എന്താ വെച്ചാല് ചങ്ങത്തിട്ടോ ഞാന് ഇതൊരിക്കലും നിങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞോ? അല്ല ഒരിക്കലല്ല, വല്ലായി സത്യം ഞാൻ അഭിനയിച്ചിട്ടില്ലോ. ഞാൻ ഒറിജിനലാണ്, ഒറിജിനൽ. ചെന്താ കാട്ടണ്ടെന്ന് അറിയില്ല. അത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് ഇമാതിരി ആൾക്കാർ വന്നാ ഒരു പ്രായം കേൾക്കൂല. പക്ഷെ ഇമാതിരി വേഷം കിട്ടിയാൽ നിങ്ങൾ നല്ലോണം പൊടിച്ചു. കാരണം കുട്ടികളെന്താ കാട്ടുന്നത് ശ്രദ്ധിച്ചില്ല. കുപ്പികളൊക്കെ എന്താ വെള്ളപ്പാണ്ട് എങ്ങനെയുണ്ട്? പല്ലെങ്ങനെയുണ്ട്? പിന്നെ ഇങ്ങനെ ചിരിച്ചപ്പോ ഇങ്ങോട്ട് മനസ്സിലായില്ലേ? തള്ള തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ല മറ്റേ തള്ള തിരിച്ചറിയില്ല. എന്നോട് ഞാൻ പറഞ്ഞില്ലേ എത്ര കേൾപ്പൊന്നും വിചാരിച്ചില്ല. എന്ത് തോന്നി? ഇപ്പോഴും ഞാനും ശരിക്കായിട്ടില്ല. ആയിട്ടില്ല. പാപ്പ ഇപ്പച്ചേ ഹിന്ദിയിലൊക്കെ പറഞ്ഞു മറ്റു കോലേത്തും അതിന്റെ അടിയില് അവിടെ പോയി കരയ ചിരിച്ച് എന്താണാവോ മുഖത്ത് ആകെ ദഹിക്കുന്നുട്ടോ. അമ്മ തറവാട്ട് പോയി സാരി വാങ്ങി ആദൂന്റെ തലക്കണിയാണത്. മാറ്റിച്ചുമ്പോ നോക്കണേ ഞാൻ ഓനെ ഒഴിവാക്കി വിടുകയാണ്. അവിടെ കളിച്ചോ പോയി മാറ്റി വരികയാണ്. വണ്ടിമേല് പർദ്ദത്തും ആ അംസാക്കാന്റെ കൊടേട്ടോ കൊടുക്കണം. ഇല്ല പാറൂലൊക്കെ പുടിച്ച എങ്ങനെയുണ്ട്? സൂപ്പറാണ് മക്കളെ. അപ്പൊ നിങ്ങള് പ്രാങ്കാൻ പറ്റുന്നു പറഞ്ഞല്ലേ? ഈ രാജ്യത്ത് എന്തിനേഷം കളിച്ച് വരുന്ന ഒരിക്കലും കേട്ടിട്ടില്ല. നിങ്ങളെ മകളാന്നറിയോ? മകളാണ് ഒരിക്കലും തിരിച്ചറിയില്ലേ. എന്താ പിന്നെ ഇറങ്ങിക്കോ. അയൽവാസിനെ കുറിച്ചത് ഞാൻ പേടിച്ചിട്ടാണ്. നാട്ടാരെല്ലാം കൂടി അപ്പൊ പേടിയാവുക. ഇവിടെ എന്താ പറയാ, അങ്ങനെ ഒരു പെണ്ണ് വന്നിട്ട് നല്ല കണ്ടുതാടി അയച്ചു പറ്റുന്ന ഒരു പെണ്ണ് ഏതോ എത്തിക്കാണെന്ന് പറഞ്ഞാണ്ട് ഒറ്റ പോക്ക് അങ്ങനെ പോകുന്നതന്നെയാണ്. എന്താണെന്ന് അറിയണില്ല. അപ്പൊ അതിന്റെ എന്തേലും ഡബിളാണോ പള്ളിയും കെട്ടി വന്നതാണ്. ഈ ജാതി മായല്ലേ, ഇവിടെ ഇഷ്ടംപോലെ പെരകളും ഉണ്ട്. പറയണം ഈ മുടിയല്ല മൈലേജ് ആയത് അല്ലേ? അപ്പനാടിനെ മുടിയത്. അതൊക്കെ ചോദിച്ചു നമ്മക്ക് അറിയില്ലല്ലോ അതൊന്നും എന്തിനാ. അപ്പൊ ഇവള് പറഞ്ഞത് അമ്മാനെ കൊണ്ട് ഇടക്കൽ പോവുകയാണ്. എന്നിട്ട് ഇവിടെ കാണാല സിഫ്ന പെരും മയുണ്ട്. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അങ്ങോട്ടും വെച്ച പണിയുണ്ട്. ഞാൻ പെരിയില് ആരുമില്ലാത്ത പെരിയില്. ഏതാരുമില്ലാത്ത പെരിയില് ഈ ബേക്കത്തെ പെരിയില് പൂവിന്റെ അവിടെ നിങ്ങൾ അതല്ല ഇവിടെ പൂത്താത്താന് വേക്കുന്ന പർദ്ദ കൂരിയത് അവിടെ ഉണ്ട്. പർദ്ദയൊക്കെ ഇങ്ങനെ വർക്കാവും ഞാൻ വിചാരിച്ചു. ഇതിനാ ഞാൻ പെരന്റെ മുന്നിലായിട്ട് നോക്കിക്കാണല്ലോ. അറിയില്ല ആ കുട്ടി എന്താ പെര മാറിയാണ് അതിനറിയാം. ഇതിനെവിടെ വന്നാണ് എന്റെ പേരാണ് വിളിച്ചു ഞാനേ. എന്നിട്ട് അതിന് ചോറ് വാരി കൊടുക്കാൻ വേണ്ടി ചോറൊക്കെ വളമ്പി ചായയും പറഞ്ഞ് രസം ചുട്ട ഞാൻ. അപ്പോഴാണ് ഇത് വന്നത്. അറിയില്ല. അപ്പോഴും ഒരു കീറിയത് ചെറിയ ഓട്ടല്ല 10 രൂപ അതിൽ കൊടുത്തോട്ട് ഇത് പോട്ടെ എന്നിട്ടും ഇത് പോണില്ല. ഇല്ലാത്തത് നെന്നെ ചാടുക തലന്റെ ഉള്ളിൽ എന്തൊക്കെ ഈ അരിപ്പ് എറിയിക്കണേ എന്താ അറിയില്ല. റബ്ബേ ജമീല മണ്ടി വന്നാ ഇറങ്ങിയിട്ടില്ല. ഞാൻ കൊഞ്ഞു ചെറിയാപ്പൂനോട് ചോദിച്ചു മേക്കപ്പ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ട്? ഉമ്മാക്ക് മനസ്സിലാവടി എന്നാ എടുക്കട്ടെ മാസ്ക് പറഞ്ഞു ഞാനോളൂ. മൂക്ക് എങ്ങനെ ഉണ്ട് നോക്കി കാണില്ല. പല്ലെങ്ങനുണ്ട്? സപ്പോർട്ട് ചെയ്തൊക്കെ തിന്നുന്നു. അതൊക്കെ അവിടെ ഉണ്ട്. അറിയാതെ തക്കുണ്ട്. അപ്പൊ അയ്യോ വെറ്റിലൊക്കെ തുപ്പണമെന്നുണ്ടായിന്. പിന്നെ മയത്ത് തുപ്പിട്ട് കാര്യമില്ലല്ലോ. മഴയത്ത് വർക്കാവുന്നേ പൊട്ടിച്ചീനി വെക്കുന്നതോ അത് വെള്ളം നഞ്ഞ് ചാട തുടങ്ങിട്ടോ. ഇനി ആരെന്താട്ടി വേറെ വജ്ജില്ലല്ലോ. എമർജൻസി കൂടി വേറെ വജ്ജില്ലല്ലോ. ചാളുകാണ് ചുറ്റി അതേന് പിന്നത്തെ കജ്ജിങ്ങനെ നോക്കിയിട്ടില്ല. ഒന്നും നോക്കണില്ല. ഞാൻ ചിരിച്ചാണ് അവിടെ തറവാട്ട് കയറിയായി തന്നെ ഞാൻ ഒന്ന് ചിരിച്ചാണ്. അപ്പൊ മെസ്സേജ് ഓനൊക്കെ അറിയും.
ഷഫീഖിനോടൊക്കെ ഞങ്ങൾ രാവിലെ ഷഫീഖിനോടൊക്കെ ഞങ്ങൾ രാവിലെ പറഞ്ഞിട്ടാടാ പറഞ്ഞീനി ഓനോടൊക്കെ ഇങ്ങനെ പരിപാടി ഉണ്ട്. അപ്പൊ ഇപ്പൊ ഒരു അരമണിക്കൂർ മുന്നേ ചെയ്യാൻ ആ പെരന്റെ ബേക്കിൽ നിന്നപ്പോ മെസ്സേജ് എന്തായി കഴിഞ്ഞു ചോദിച്ച്. അതിലൊന്നും ആയിട്ടില്ല ഇടച്ച് അറിയില്ല കോളാവക്കാരം ലൈറ്റ് ഉണ്ടടി മറ്റേ പെരും മഴയാണ് കറണ്ടും ഇല്ല അറിയില്ല ഇതെന്താവുക സിറ്റിനെ ഒറ്റക്കാക്കി പോയിക്കണ്. ഓൾ ഇന്നോട് എന്താ പറഞ്ഞേ ഫോണില്ല ഫോൺ ഓളെ കയ്യിൽ കൊടുത്തിട്ടല്ലേ ആക്കും പോലെ 50 വരെ എണ്ണി ഞാൻ എന്നിട്ട് മാവ് പറഞ്ഞു ഞാൻ വന്നു. അപ്പൊ അടുക്കളയിൽ കൂടെ വീഡിയോ എടുത്ത് എടുക്കണേ എടുക്കാൻ നിന്നേ. അപ്പൊ ഇതാ നിക്കണ് കൂട്ടന്നെ കണ്ടില്ല. അപ്പൊ തോന്നി അവിടെ ഒന്നും ശരിയാവൂല. അപ്പൊ അവിടെ നിന്നപ്പോ ഉമ്മ തുടക്കത്തില് നോക്ക അവിടെ ഒരു പെണ്ണ് ഏതാ അപ്പൊ സമാധാനം കേട്ടോ. അപ്പൊ ഇത് കൊണ്ടുവന്നിക്കണ അല്ലാതെ ഞങ്ങൾക്ക് ഫോണൊന്നുമില്ല. ബാബു ഇരിക്കുന്നൊന്നും പറയാ ഫോണോ കാര്യമൊന്നുമില്ല. ഏതായാലും ഉമ്മ ഇതായിട്ടില്ല കിളി പോയിട്ട് വന്നിട്ടില്ല. ഷാളെ ഇന്ന ഷാള് നിങ്ങൾക്ക് മനസ്സിലാവും. പത്ത് ഷാള് ഉണ്ടായതിനെ ഞാൻ വിചാരിച്ചു സാരി ഒക്കെ ഇഞ്ചതല്ല സാരി ഇഞ്ചത് ഏതേലും സാരി മനസ്സിലാവും. അല്ലെ ഞങ്ങള് തറവാട്ട് പോയത് ഉമ്മാന്റെ പഴയ ഷാളും വാങ്ങി. വല്ലാത്തൊരു കാര്യം എന്തൊക്കെ എപ്പോഴും ലെവലില്ല തലക്ക് ലെവലായിട്ടില്ല. പെണ്ണിങ്ങനെ മുന്നിലൊന്നും ഇരിച്ചിട്ടാടാ തീരെ പോടില്ലല്ലേ. അപ്പൊ അത്രയും റിസ്ക് എടുത്തതാണ് ഈ വീഡിയോ അല്ലേ. അത്രയും ഇടങ്ങറേക്കണി പക്ഷെ നമുക്ക് അതിനനുസരിച്ച് കിട്ടിയിട്ടില്ല. ആ സങ്കടം ക്ലിയർ ഇല്ല കണ്ടോയി. പിന്നെ ക്യാമറമാൻ ഓളേനി ഒന്നാമത്തെ വീഡിയോ അതിന്റെ ബാക്കല്ലേ. അപ്പൊ എല്ലാരും വീഡിയോ കണ്ട എല്ലാരും എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം. അസ്സലാമലൈക്കും മക്കളെ. കിളി പോയി അറിഞ്ഞാല് മന്ദപ്പൈക്കും തലാകെ മന്ദപ്പൈക്കും പേടിച്ചിട്ട് നല്ലോണം ഓളെ തന്നെ എപ്പോഴാണ് ചേർന്നിക്കണത്. ഓളത് കാണുമ്പോഴത്തേന് പേടിയൊക്കെ വാപ്പൊക്കെ ഇന്ത്യയൊക്കെ പറയുന്നുണ്ട്. വാപ്പ ഇന്ത്യയിൽ അങ്ങനെ പറയുന്നുണ്ട്. ചോറെടുത്ത് ചായ എടുക്കാന്ന് നിൽക്കുകയാണ്. പള്ളിയിലുണ്ടായിട്ട് പാവം തോന്നിക്കണോ തോന്നേ. അങ്ങനൊക്കെ കഥ. ഏതായാലും നെഞ്ഞുണ്ടാവും ഇപ്പോഴും ഇടി. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും.